നമസ്കാരം. ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും യുദ്ധഭീതിക്കും താൽക്കാലിക വിരാമമിട്ട് പശ്ചിമേഷ്യയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ സുസ്ഥിരമാക്കാൻ നിർണായക നീക്കങ്ങളുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ സൗദിയിലെത്തി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്നതോടെ ആഗോള വിപണിയിലേക്ക് എണ്ണയും വാതകവും എത്തിക്കുന്ന സുപ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ ധാരണയായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഒരു ശാശ്വത സമാധാന കരാറായി മാറണമെന്ന് കീർ സ്റ്റാമർ ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കീർ സ്റ്റാമർ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി. മേഖലയിലെ സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഊർജ്ജ പ്രതിസന്ധി ഒഴിവാക്കാനും നയതന്ത്ര ചർച്ചകൾ അനിവാര്യമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇറാനെതിരെ അതിരൂക്ഷമായ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ട്രംപ് വെടിനിർത്തലിന് തയ്യാറായത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഇറാൻ 10 സമാധാന പദ്ധതി സമർപ്പിച്ചതോടെയാണ് ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ US തീരുമാനിച്ചത്. ചൈനയുടെ ഇടപെടലും ഇറാന്റെ അയഞ്ഞ നിലപാടിന് കാരണമായതായി റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിൽ USഉം ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. 14 ദിവസത്തേക്ക് പോരാട്ടം നിർത്തിവെക്കാനുള്ള ഈ ധാരണ മേഖലയിലെ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന തടയാൻ സഹായിച്ചു. ഈ കാലയളവിൽ സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. ഇസ്രയേലും ഈ വെടിനിർത്തലിനോട് സഹകരിക്കാൻ തയ്യാറായതോടെ പശ്ചിമേഷ്യയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധഭീതിക്ക് താൽക്കാലിക ആശ്വാസമായി. ഈ വെടിനിർത്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നു എന്നതാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഗണ്യമായ ഭാഗം കടന്നുപോകുന്ന ഈ പാത തടസ്സപ്പെട്ടത് ലോകമെമ്പാടും വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ വിപണിയിലേക്ക് ഇന്ധനത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുമെന്നും ഇത് ആഗോള വിപണിയിൽ വലിയ ആശ്വാസം നൽകുമെന്നും കരുതപ്പെടുന്നുണ്ട്. സാമ്പത്തിക വിപണികളിലും ഈ സമാധാന വാർത്തകൾ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കി. ലണ്ടനിലെ പ്രധാന ഓഹരി സൂചികയായ FTSE വാർത്ത വന്നയുടനെ 2.59% ഉയർന്ന് 12,000-ന് മുകളിലെത്തിയത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ഓഹരി വിപണികൾ ഉണർന്നപ്പോൾ മറുവശത്ത് ഇന്ധനവിലയിൽ വലിയ കുറവുണ്ടായി. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഏകദേശം 14% ഇടിഞ്ഞത് സാധാരണക്കാർക്കും വ്യവസായ മേഖലയ്ക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കപ്പൽ ഗതാഗതം ഉടൻ പഴയപടിയാകാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമൂസ് കടലിടുക്കിലേക്ക് പുതിയ കപ്പലുകൾ അയക്കാൻ കമ്പനികൾ മടിച്ചു നിൽക്കുകയാണ്. വെടിനിർത്തൽ എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നതിലെ ആശങ്കയും US ഉപരോധങ്ങൾ ലംഘിക്കപ്പെടുമോ എന്ന ഭയവുമാണിതിന് കാരണം. മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള ബ്രിട്ടീഷ് സായുധ സേനാംഗങ്ങളെയും സ്റ്റാമർ സന്ദർശിക്കും. സമാധാന ശ്രമങ്ങളിൽ ബ്രിട്ടൻ സജീവ പങ്കാളിയാകുമെന്നും ഡൗണിംഗ് സ്ട്രീറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഖത്തറിലെ ഷെൽ പ്ലാന്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണം ഗ്യാസ് ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും വെടിനിർത്തൽ നീണ്ടുനിന്നാൽ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ.